വർഷം 2008. രാജ്യതലസ്ഥാനം വിറങ്ങലിച്ചൊരു വല്ലാത്ത രാത്രിയാണ്. 14-കാരി ആരുഷിയുടെ മരണം അല്ല, കൊലപാതകം. സർജിക്കൽ ബ്ലേഡ് പോലൊരു വസ്തു കൊണ്ട് കഴുത്തറുക്കപ്പെട്ട കിടപ്പുമുറിയിൽ അവളെ കണ്ടെത്തിയ അന്നു മുതൽ തുടങ്ങിയ ദുരൂഹത ഇന്നീ 18ാം വർഷവും അങ്ങനെ തന്നെ തുടരുകയാണ്. പ്രതിയെന്നാദ്യം സംശയിക്കപ്പെട്ട വീട്ടുജോലിക്കാരൻ ആരുഷിയുടെ മരണത്തിന് 2ാം ദിനം സമാന രീതിയിൽ കൊല്ലപ്പെട്ടതോടെ കഥ മാറുകയാണ്. പിന്നെ ലോക്കൽ പോലീസിൽ നിന്ന് CBIയിലേക്ക്. ദന്ത ഡോക്ടർമാരായ ആരുഷിയുടെ മാതാപിതാക്കൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നതും പിന്നാലെ സുപ്രീം കോടതി അവരെ വെറുതെ വിടുന്നതും കണ്ടു. അതോടെ CBI കേസ് ഫയൽ അടച്ചു. നോയിഡ ഇരട്ടക്കൊലയിൽ യഥാർത്ഥ കൊലയാളി ആരെന്ന ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ അന്തരീക്ഷത്തിലുണ്ട്. ബാക്ക് ടു കേസ് ഡയറിയിൽ ആരുഷി ഹേംരാജ് ഇരട്ടക്കൊലക്കേസ്. മെയ് 16 നോയിഡയിലെ ജൽവായു വിഹാറിലെ L32 നമ്പർ ഫ്ളാറ്റിൽ ആരുഷി തൽവാർ എന്ന 14-കാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബെഡ്റൂമിൽ കഴുത്തറത്ത് രക്തം വാർന്നു മരിച്ച നിലയിലായിരുന്നു പെൺകുട്ടി. പ്രാഥമികമായി മറ്റു തെളിവുകളൊന്നും ആദ്യമെത്തിയ നോയിഡ പോലീസിന് കണ്ടെത്താനായില്ല. ഡെന്റിസ്റ്റുകളായ പിതാവ് രാജേഷ് തൽവാറും ഭാര്യ നൂപുർ തൽവാറും ജോലിക്കാരൻ ഹേംരാജ് ബെഞ്ചാഡയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ സംഭവശേഷം വീട്ടിലെ ജോലിക്കാരൻ ഹേംരാജിനെ കാണാനില്ലായിരുന്നു. ഇതോടെ ഒന്നുറപ്പിച്ചു, കൊലപാതകത്തിനു പിന്നിൽ ഹേംരാജ് തന്നെ. ആരുഷിയെ കൊലപ്പെടുത്തിയ ശേഷം ഹേംരാജ് മുങ്ങിയതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ജോലിക്കാരനായി തെരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹേംരാജിന്റെ മൃതദേഹം പിറ്റേന്ന് രാവിലെ അതേ ഫ്ളാറ്റിന്റെ ടെറസിൽ നിന്ന് കണ്ടെത്തി. ടെറസിലേക്കുള്ള വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. ആരുഷിയെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയായിരുന്നു ജോലിക്കാരനെയും വകവരുത്തിയിരിക്കുന്നത്. ശസ്ത്രക്രിയാ ഉപകരണം കൊണ്ടാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നതെന്ന കണക്കൂട്ടലായി പോലീസ്. വീടുമായി ബന്ധമുള്ള ആരോ ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. വീട്ടിൽ മുൻപ് ജോലിക്ക് നിന്നവരെ കേന്ദ്രീകരിച്ചായി പിന്നീടുള്ള അന്വേഷണം. മുൻ ജോലിക്കാരൻ വിഷ്ണു ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്കിലും കുറ്റം തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടെ ആരുഷി കൊലപാതകം രാജ്യവ്യാപകമായി ചർച്ച ചെയ്തു. 14-കാരിയുടെ ഘാതകൻ ആരെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു രാജ്യത്തെ ജനങ്ങൾ. അന്വേഷണത്തിൽ നോയിഡ പോലീസിനൊപ്പം ഡൽഹി പോലീസും ഒത്തുചേർന്നു. വിഷ്ണു ശർമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഫലം കാണാതെ വന്നതോടെ ആരുഷിയുടെ മാതാപിതാക്കൾ തന്നെയായി സംശയ നിഴലിൽ. ആരുഷിയുടെ സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്തതോടെ ആ സംശയം ബലപ്പെട്ടു. 45-കാരനായ വീട്ടുജോലിക്കാരൻ ഹേമരാജുമായി പെൺകുട്ടിക്കുള്ള വഴിവിട്ട ബന്ധം മാതാപിതാക്കളെ ചൊടിപ്പിച്ചിരിക്കാം. ഈ എതിർപ്പ് ഇരുവരുടെയും ജീവനെടുക്കുന്നതിലേക്ക് വരെ എത്തിയിരിക്കാം. ഇതായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. മെയ് 23 ആരുഷിയുടെ മാതാപിതാക്കളായ രാജേഷ് തൽവാറും ഭാര്യ നൂപുർ തൽവാറും മകളെയും വീട്ടുകാരനെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സംഭവത്തെ ദുരഭിമാന കൊലപാതകമായാണ് പോലീസ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ നിഗമനത്തിലും എതിർപ്പുണ്ടായി. തുമ്പ് കിട്ടാതെ പോലീസ് ഒടുവിൽ നിരപരാധികളായ മാതാപിതാക്കളെ കുടുക്കിയതാണെന്ന ആരോപണം തൽവാർ കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്നു കേട്ടു. വിവാദം കത്തിപ്പടർന്നതോടെ ജൂൺ 1 കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചാണ് CBIയുടെ അന്വേഷണവും പുരോഗമിച്ചത്. ഒരാഴ്ച പിന്നിട്ടതോടെ രാജേഷ് തൽവാറിന്റെ സഹായി കൃഷ്ണയെയും CBI അറസ്റ്റ് ചെയ്തു. ജൂൺ 20 രാജേഷ് തൽവാറിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. 25 ഭാര്യ നൂപുർ തൽവാറിനെയും നുണപരിശോധനയ്ക്ക് വിധേയയാക്കി. എന്നാൽ കുറ്റം തെളിയിക്കുന്നതിൽ CBIയും പരാജയപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ രാജേഷ് തൽവാറിന് ജാമ്യവും ലഭിച്ചു. അവസാനവട്ട പരീക്ഷണം എന്ന നിലയിൽ CBI 2009 ഫെബ്രുവരി 15-നും 20-നും ഇടയിൽ രാജേഷ് തൽവാറിനെ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്കും വിധേയനാക്കി. വീണ്ടും അന്വേഷണം നീണ്ടു. കൃത്യമായ തെളിവുകൾ ലഭിക്കാതെ CBI ഇരുട്ടിൽ തപ്പി. ഡിസംബറിൽ ആരുഷി കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജോലിക്കാരെയും സഹായികളെയും കുറ്റവിമുക്തരാക്കിയും ആരുഷിയുടെ രക്ഷിതാക്കളെ സംശയനിഴലിൽ നിർത്തിയുമായിരുന്നു തെളിവില്ലാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാനുള്ള CBIയുടെ അഭ്യർത്ഥന. എന്നാൽ 2011 ഫെബ്രുവരി 19-ന് CBIയുടെ റിപ്പോർട്ട് തള്ളിയ ഗാസിയാബാദ് CBI പ്രത്യേക കോടതി ആരുഷിയുടെ മാതാപിതാക്കളോട് വിചാരണ നേരിടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയെങ്കിലും നിരസിക്കപ്പെട്ടു. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയി. 2012 ജനുവരി 10-ന് രാജേഷ് തൽവാറിന് സുപ്രീം കോടതി ജാമ്യം നൽകി. അതേസമയം കീഴ്ക്കോടതിയിൽ ആരുഷി കേസിന്റെ വിചാരണയ്ക്കായി സംശയനിഴലിൽ നിൽക്കുന്ന തൽവാർ ദമ്പതികൾ ഹാജരാകണമെന്നും പരമോന്നത കോടതി വിധിച്ചു.
ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗാസിയാബാദ് കോടതിയിൽ ഇരട്ടക്കൊലപാതക കേസിൽ ഇരുവരുടെയും വിചാരണ നടപടികൾ ആരംഭിച്ചു. ഒരു വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിൽ 2013 നവംബറിൽ ആരുഷിയുടെ മാതാപിതാക്കളെ ഇരട്ടക്കൊലപാതക കേസിൽ ഗാസിയാബാദ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. ആ ചോദ്യം ഉത്തരം കിട്ടാതെ തുടരുകയാണ്. ആരുഷി തൽവാർ എന്ന 14-കാരിയെ കൊലപ്പെടുത്തിയത് ആര്? പുറത്തുനിന്ന് ആരും ആ ഫ്ളാറ്റിൽ കടന്നു കയറിയതായി കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നില്ല. വീട്ടിലെ അംഗങ്ങളെ തന്നെയായിരുന്നു അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും സംശയിച്ചിരുന്നത്. അപ്പോൾ പോലും എന്തിന്റെ പേരിലാണ് സ്വന്തം മകളെ കൊലപ്പെടുത്താൻ ദന്ത ഡോക്ടർ ദമ്പതികളെ പ്രേരിപ്പിച്ച ഘടകമെന്ന് കൃത്യമായി കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ആരുഷി കൊലക്കേസിലെ ദുരൂഹത അകലുന്നില്ല. കേസ് അന്വേഷിച്ച CBIയും പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഒരേ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 14-കാരിയും 45-കാരനായ വീട്ടുവേലക്കാരനും കൊല്ലപ്പെട്ട സംഭവത്തിലെ ദുരൂഹത ഇനിയും തുടരുകയാണ്.